മലപ്പുറം നിലമ്പൂർ ചോളമുണ്ടയിൽ ചരിഞ്ഞ കാട്ടാന കസേരക്കൊമ്പൻ്റെ ജഡത്തിൽ വെടിയുണ്ട കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് ഒരു വെടിയുണ്ട കണ്ടെത്തിയത്. വെടിയുണ്ട ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്ന് പറഞ്ഞാൽ ഈ ആനയെ ആരോ വെടിവെച്ചിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, ആനയ്ക്ക് വെടിയേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് പുലർച്ചെയാണ് ഈ ചോളമുണ്ടയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ അവിടെ ഒരു സെപ്റ്റി ടാങ്കിനുള്ള ഒരു കുഴി എടുത്തിരുന്നു. ഈ കുഴിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇതിന് കസേരക്കൊമ്പൻ എന്നുള്ളതാണ് ഈ ആനയ്ക്ക് വിളിപ്പേരുള്ളത്. 40 വയസ്സിനോളം പ്രായമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള കരുളായി വനത്തിൽ പിന്നീട് വനപാലകരെത്തി അവിടെ എത്തിച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വെടിയുണ്ട ഈ ആനയുടെ ജഡത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇതിന്റെ പഴക്കം ഇപ്പോൾ കണക്കാക്കാനായിട്ടില്ല. ഈ വെടിയുണ്ട ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കും. എന്നാൽ ഈ ആനയുടെ മരണകാരണം അത് ഹൃദയാഘാതം എന്നുള്ളതാണ് വനപാലകർ പറയുന്നത്. ഇപ്പോൾ വെറ്റിനറി സർജന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഇതിലാണ് ഈ വെടിയുണ്ട കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആന, ഈ കസേരക്കൊമ്പൻ എന്നുള്ള ആന നിലമ്പൂരിലെ ഈ ചോളമുണ്ട പ്രദേശത്തൊക്കെ വരുന്നതിന് മുൻപ് തമിഴ്നാട് മേഖലയിലായിരുന്നു എന്നുള്ളതാണ് വനം വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ എന്നറിയില്ല. പക്ഷേ വെടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒപ്പം തന്നെ ഈ ആനയുടെ ഇപ്പോഴത്തെ മരണകാരണം ഒരു ഹൃദയാഘാതം എന്ന് പറയുമ്പോഴും ഇതിന്റെ ദേഹത്ത് മുറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെടിയുണ്ട ദേഹത്ത് വെച്ചായിരുന്നു ഈ ആന ഇത്രയും കാലം ജീവിച്ചത്. അതിന് എന്നാണ് വെടികൊണ്ടതെന്നറിയില്ല. പക്ഷേ അതിനുശേഷം അത് ജീവിച്ചത് മുഴുവൻ ഈ ഒരു വേദന സഹിച്ചാണ്. അപ്പോൾ ഈ മുറിവ് കൂടി ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമായിരിക്കും അറിയുക. ഇപ്പോൾ വനം വകുപ്പ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ സ്വാഭാവിക നടപടിയുമായി അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു.